സെമി ടസർ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. ഫസ്റ്റ് വൺ വരുന്നത് ഞാനിന്ന് അടുത്ത് കാണിക്കുക, ഇതിൻ്റെ കളേഴ്സും അതിൻ്റെ ആ ഒരു വർക്കും വീവിങ്ങും ഒക്കെ അടുത്ത് കാണിക്കും. കാരണം ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. സെമി ടസർ നമ്മൾ നോർമലി ബഡ്ജറ്റ് ബൈയിൽ 1000 റേഞ്ചിൽ ചെയ്യുന്നതിനെക്കാളും കുറച്ചുകൂടി ഗ്രാം കൂടിയിട്ട് വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ശരിക്കും ആ ടസറിൻ്റെ അതേ ഫീൽ തന്നെ വരുന്നുണ്ട്. നമുക്കൊന്ന് അടുത്ത് കാണാം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഇതുപോലെ ഇതിപ്പോൾ പ്യോർ വൈറ്റിൽ കോപ്പർ സെറി വീവിങ് ആണ് വന്നിരിക്കുന്നത്, ഫുൾ വീവിങ്. ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഇതുണ്ടോ, ഇതുപോലെ ശരിക്കും ടസറിൻ്റെ അതേ ഫീൽ തന്നെ വരും കേട്ടോ. റേറ്റ് 1595 ആണ് റേറ്റ് വരിക. ഭയങ്കര ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്. ഇതിൻ്റെ ദുപ്പട്ട ഇതുപോലെ നല്ല സെമി ടസർ ഒരു കോപ്പർ സെറി വീവിങ് ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ടയിലെ വീവിങ് ഒക്കെ കണ്ടോ, കറക്റ്റ് ടസർ ദുപ്പട്ടയിൽ വരുന്ന നമ്മുടെ 5000 റേഞ്ചിലൊക്കെ വരുന്ന ആ ഒരു സെറ്റ്സിൻ്റെ അതേ ഫീലുണ്ട്. ഇതൊരു നല്ല ലാവൻഡർ ഷെയ്ഡ്, ഇതൊരു പീച്ചിൻ്റെ ഡാർക്ക് ടോൺ, ഇതൊരു ഓണിയൻ പിങ്ക്, മെറൂൺ. ഇതിലൊക്കെ ആ വീവിങ് ആണ് കേട്ടോ പോയേക്കുന്നത്. ഫാബ്രിക്കിനകത്ത് ഇങ്ങനെ വീവ് ചെയ്തിട്ടാണ് ആ ഒരു കോപ്പർ സെറി വന്നിരിക്കുന്നത്, പ്രിൻ്റ് അല്ല കേട്ടോ. നല്ല രസമുള്ള സെറ്റാണ്. ഇതൊരു ഗ്രീനാണ് കേട്ടോ. ഇതൊരു ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബേജിൻ്റെയൊക്കെ ലൈറ്റ് ടോൺ വരും. ഇത് ഗ്രീൻ ഷെയ്ഡ്. ഇതിലൊക്കെ വീവിങ് പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബുക്കിങ്സ് വരുന്നത് സൈറ്റുമാണ്. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. പിന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. യൂട്യൂബിൽ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെ ലിങ്കോട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അവിടെ നിന്ന് ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562251075 ആൻഡ് 8075551533. പിന്നെ ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യുക. ഇവിടെ നിന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും, സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ വൈറ്റ് കളറാണ് കേട്ടോ. അത് ഫാബ്രിക്കിൻ്റെ നീളവും വീതിയും കണ്ടോ, നല്ല വീതി നീളമുള്ള ഫാബ്രിക്കാണ്. 46 48 ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആ ഒരു വീവിങ് പാറ്റേണിൽ തന്നെയാണ് ആ ഒരു വർക്കും പോയിരിക്കുന്നത്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിൽ കോപ്പർ സെറി വീവിങ് വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ദുപ്പട്ട ഇതുപോലെ പ്യോർ ടസറിൽ കണ്ടോ, അതേപോലത്തെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു റേഞ്ചിൽ സെറ്റ്സ് ഇടുന്ന അതേ ലുക്ക് തന്നെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരിക. വാഷ് കെയർ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുന്നവർ ഷാമ്പൂ വാഷ് വേഗം ഡിപ്പ് ചെയ്ത് വേഗം വാഷ് ചെയ്തെടുത്ത് ഷെയ്ഡിലിട്ട് ഉണക്കുക, തിരിച്ചിട്ട് ഉണക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ പീച്ചിഷ് കളർ. ഇതിലും വീവിങ് പാറ്റേൺ പോയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ഇങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. നല്ല ഞാൻ അടുത്ത് കാണിച്ചിരുന്നല്ലോ നേരത്തെ ടേബിൾ വെച്ചപ്പോൾ, അതുപോലെ വീവിങ് വന്നിട്ടുണ്ട്. ദുപ്പട്ട ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് ബോട്ടം വരുന്നത് ഇങ്ങനെ നല്ലൊരു റിച്ച് ലുക്ക് തരുന്നൊരു സെറ്റ്. സ്റ്റിച്ച് ചെയ്തിട്ടാലൊക്കെ നല്ല സ്ട്രെയിറ്റ് കട്ടായിട്ട് നല്ല ഭംഗിയിൽ കിടന്നോളും. ലാവൻഡറാണ് നെക്സ്റ്റ് ഷെയ്ഡ്. നല്ല വീതി നീളം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സ്ലീവ്സ് വെക്കേണ്ടവർക്ക് സ്ലീവ്സ് വെക്കാം, ലെങ്ത്ത് വേണ്ടവർക്ക് ലെങ്ത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ദുപ്പട്ട നോക്ക്, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഇതിൻ്റെ ബോർഡറൊക്കെ നല്ല രസമുള്ള ഒരു കോപ്പർ സെറി വീവിങ് വന്നിട്ടുള്ള ബോർഡറാണ് പോയിരിക്കുന്നത്. ബോട്ടം ഇങ്ങനെ നല്ല ക്ലാസി ആയിട്ടുള്ള സെറ്റ് കേട്ടോ. നെക്സ്റ്റ് കളർ ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഓണിയൻ പിങ്ക് ഷെയ്ഡ് എന്ന് പറയാം. ദുപ്പട്ടയും നല്ല ലെങ്ത്തും വിട്ടുമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇത്. ബോട്ടം ഇങ്ങനെ ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മൾ കെയർ ചെയ്ത് യൂസ് ചെയ്യുക, ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക. ഭയങ്കര ടൈറ്റ് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്യാതെ കറക്റ്റ് ആ ഒരു ഫിറ്റിങ്ങിൽ തന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ കളർ കാണാനായിട്ട്. നമ്മൾ ചേർച്ച് വെയറിനൊക്കെ നല്ല ബേജിൻ്റെ ലൈറ്റ് ടോണാണ്. അതിൽ വൈറ്റ് കളർ പ്രിൻറ്റും കൂടി വന്നപ്പോൾ ഭയങ്കര എലഗൻറ്റ് ലുക്കാണ് കേട്ടോ. ഈ കളറൊക്കെ നമ്മൾ തയ്ച്ചിട്ടാൽ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റും. വീഡിയോയിൽ അത്രയും കളർഫുൾ അല്ലായിരിക്കും. വൈറ്റും ഈ കളറൊക്കെ ഭയങ്കര രസം, ഒരു ക്ലാസി കളർ കോമ്പിനേഷൻ. ഇതൊരു ഡാർക്ക് റെഡിഷ് മെറൂൺ എന്ന് പറയുന്ന ഒരു ബ്രൗണും മെറൂണും കൂടി ചേർന്നിട്ട് വന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ലെങ്ത്തും വിട്ടും നന്നായിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക്. ബോട്ടം ഇങ്ങനെ ശരിക്കും ടസർ സെറ്റ്സ് നമ്മൾ തയ്ച്ചിടുന്ന അതേ ഫീൽ. ടസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര നന്നായിട്ട് കെയർ ചെയ്യുകയും വേണം. പ്യോർ ടസറിൽ വരുമ്പോൾ അത്രയും കെയറിങ് ഇതിനാവശ്യമില്ല. പിന്നെ ആ ഒരു റേഞ്ചിലും നമുക്ക് നല്ലൊരു ഐറ്റം 1595 റേഞ്ചിൽ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ്. അതിൽ ചെറിയ കോപ്പർ സെറി വീവിങ് വന്നിട്ടുണ്ട്. ദുപ്പട്ടയിൽ ഫുൾ ആ ഒരു ലൈൻസ് പോലെ വീവിങ്ങും പോയിട്ടുണ്ട്. ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക.
വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.